സ്റ്റുഡന്റ് ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഡിസബിലിറ്റി റൂളിന്റെ ബാലൻസ് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, 11നെയാണ് നമ്മളിനി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇന്ന് നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് 11 നോക്കാം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 if the difference between the sum of the digits at odd positions and the sum of the digits at even positions is either 0 or a multiple of 11. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതെങ്കിലും ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഓൾട്ടർനേറ്റ് സം, അതായത് ഒന്നിടവിട്ടുള്ള സം, അതായത് ഓഡ് പൊസിഷനെ ഈവൻ പൊസിഷനെയും നമ്പർ തമ്മിൽ നോക്കിയിട്ട് അതിൽ നമ്മൾ അതിൻ്റെ സമ്മ് കാണണം. ഓഡ് പൊസിഷൻ്റെ സമ്മും കാണണം, ഈവൻ പൊസിഷൻ്റെ സമ്മും കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ ഡിഫറൻസ് കാണണം. അപ്പോൾ കിട്ടുന്നത് 0യോ 11ൻ്റെ മൾട്ടിപ്പിളോ ആണ് എങ്കിൽ നമുക്ക് അത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, എന്താണ് ഈ ഓഡ് പൊസിഷൻ ഈവൻ പൊസിഷൻ? നോക്കിക്കേ, സം ഓഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 ഇഫ് ദ ഡിഫറൻസ് കാണണം. പിന്നെന്താ, എന്തിൻ്റെ ഡിഫറൻസാണ് കാണേണ്ടത്? സം ഓഫ് ദ ഡിജിറ്റ്സ് അറ്റ് ഓഡ് പൊസിഷനുള്ളവയും സം ഓഫ് ദ ഡിജിറ്റ്സ് അറ്റ് ഈവൻ പൊസിഷനുള്ളവയും കാണണം. അപ്പോൾ കിട്ടുന്നത് 0യോ 11ഓ ആണെങ്കിൽ നമുക്ക് അത് 11 കൊണ്ട് 11ൻ്റെ മൾട്ടിപ്പിളോ 11 കേട്ടോ, 11ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു നമ്പർ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ആദ്യം ഓഡ് പൊസിഷൻ ഈവൻ പൊസിഷൻ എന്നാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. 1 3 3 1 അല്ലേ. ഇതിലെ ഓഡ് പൊസിഷൻ എന്ന് പറയുന്ന ഇത് ഓഡ് പൊസിഷൻ, ഇത് ഈവൻ പൊസിഷൻ, ഇത് ഓഡ് പൊസിഷൻ, ഇത് ഈവൻ പൊസിഷൻ, അതായത് ഒന്നിടവിട്ടുള്ള സംഖ്യകൾ. അതാണ് ഓഡ് ഈവൻ ഇങ്ങനെ പോകും. ഇവിടെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ഇവിടെ ഇത് ഈവൻ കഴിഞ്ഞാൽ പിന്നെ ഓഡ്. ഇതാണ് ഓഡ് പൊസിഷൻ ഈവൻ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓഡ് പൊസിഷൻ്റെ എല്ലാം കൂടെ സം എടുക്കണം. ഓഡ് പൊസിഷൻ ഇവിടെ കിടക്കുന്നത് 1 + 3 + 1. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1 + 3 എന്ന് പറഞ്ഞാൽ 4 + 1 5 കിട്ടും. ഈവൻ പൊസിഷനെ നോക്കിക്കേ, 3 + 1 4, 3 + 1 = 4 കിട്ടും. അപ്പം നമുക്ക് എന്താണ് ഡിഫറൻസ് വരുന്നത്? 0 ആകും. ഇങ്ങനെയാണ് നമ്മൾ 5 - 4 1 ആവും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഓഡ് പൊസിഷൻ്റെ ഈവൻ പൊസിഷൻ്റെ സമ്മൊക്കെ കാണുന്നത് കേട്ടോ. സം കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. ലാസ്റ്റ് കിട്ടുന്നത് 0യോ 11ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കിക്കളയാം അല്ലേ. അപ്പം നമുക്ക് 1 3 3 1 ഇങ്ങനെ ഒരു നമ്പർ തരികയാണ്. അത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്? ആദ്യമേ ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം അല്ലേ. അപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓഡ്, ഇത് ഈവൻ, ഇത് ഓഡ്, ഇത് ഈവൻ അല്ലേ. ഇനി ഇതിൻ്റെ സമ്മ് കാണണം. എങ്ങനെയാണ് കാണേണ്ടത്? ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ്, ഓഡ് പൊസിഷനുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണാം. ഓഡ് പൊസിഷൻ ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. = 1 + 3 എത്ര കിട്ടും? 4 കിട്ടും നമുക്കല്ലേ. മനസ്സിലായല്ലോ. അതായത് ഓഡ് പൊസിഷനുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക. ഇനി അടുത്ത എന്താ കാണേണ്ടത്? ഈവൻ പൊസിഷനുള്ള നമ്പേഴ്സ് കാണണം. ഈവൻ പൊസിഷൻ എത്ര കിട്ടും? ഈവൻ പൊസിഷനിൽ 3 + 1 3 + 1 എത്ര കിട്ടി? 4 കിട്ടി അല്ലേ. അപ്പം നമുക്ക് ഇനി എന്താ കാണേണ്ടത്? ഡിഫറൻസ് കാണണം അല്ലേ. ഡിഫറൻസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് = 4 - 4 = 0. അപ്പം ഇതെന്താന്ന് പറയാം? നമുക്ക് ഡിഫറൻസ് കിട്ടിയപ്പോൾ എന്താണ്? 0. നമ്മുടെ തിയറത്തിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? 0യോ 11ൻ്റെ മൾട്ടിപ്പിളോ കിട്ടുവാണെങ്കിൽ നമുക്കത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? 0 ആണ് കിട്ടിയത്. അപ്പം ഇതെന്തെന്ന് പറയാം? നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 1 to 1. 1 to 1ൻ്റെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? 1 to 1ൻ്റെ നമുക്ക് ഓഡ് പൊസിഷനുള്ളത് ഇത് ഓഡ്, ഇത് ഈവൻ, ഇത് ഓഡ് അല്ലേ. അപ്പം നമുക്ക് ഓഡ് പൊസിഷനുള്ളത്, നമുക്ക് ഓഡ് പൊസിഷനിൽ വരുന്ന ഏതാണ്? 1 + 1 = എന്താണ്? 2 എന്ന് വരും അല്ലേ. അത് കണക്ക് തന്നെ ഈവൻ പൊസിഷനുള്ള നമുക്ക് എങ്ങനെ വരും? 2 = 2. ഇവിടെയും നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താണ്? 2 - 2 = എന്തെന്ന് വരും?
0 എന്ന് വരും. ഇത് നമുക്ക് എന്തെന്ന് പറയാം? 11ന്റെ ടേബിളിലുള്ളതാണ് അല്ലേ? ഇത് 11ന്റെ ടേബിളിലുള്ളതാണ്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട എന്താണ്? നമ്പേഴ്സ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ സം എടുക്കുക എന്ന് പറഞ്ഞാൽ ഓഡ് പൊസിഷനുള്ള നമ്പേഴ്സിൻ്റെ ഈവൻ പൊസിഷനുള്ള നമ്പേഴ്സിൻ്റെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ 0 11 വരണം. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് 0 തന്നെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം. നമുക്ക് 562ൻ്റെ കേസ് നോക്കാം. 562 നോക്കിക്കേ, ഇതെന്താ കിടക്കുന്നത്? ഇത് ഓഡ് പൊസിഷനാണ്, ഇത് ഈവൻ പൊസിഷനാണ്, ഇത് നമുക്ക് ഓഡ് പൊസിഷനാണ്. അപ്പോൾ ഓഡ് പൊസിഷനുള്ളത് സം കാണണം. അപ്പോൾ എന്താണ്? 2 + 5 = എന്താണ്? 7. ഇനി ഈവൻ പൊസിഷനുള്ള നോക്കിക്കേ, ഈവൻ പൊസിഷനുള്ള എന്താണ് വരുന്നത്? നമുക്ക് ഈ 6 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം 6. അപ്പം നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 7 - 6 = 1 വരും. അപ്പം ഇതെന്താണ്? ഈ കേസിൽ നമുക്ക് 0 വന്നിട്ടില്ല, 11ന്റെ മൾട്ടിപ്പിളും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം എന്താണ് ഇതിനകത്ത്? 562 നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ക്ലിയർ ആണല്ലോ? 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമുക്കിനി നെക്സ്റ്റ് 12 നോക്കാം. അപ്പം നമുക്ക് ഇനി 12ന്റെ റൂള് നോക്കാം അല്ലേ? 12ന്റെ റൂള് നോക്കിക്കേ, എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 12 ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 3 and 4. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു നമ്പറിനെ 12ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കണമെങ്കിൽ, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് എന്താണ് അറിയേണ്ടത്? ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ 3 കൊണ്ടും 4 കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം അല്ലേ? അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? 3യുടെ റൂൾ അറിയണം, 4ന്റെ റൂൾ അറിയണം. എന്താണ് 3യുടെ റൂൾ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണല്ലോ. എന്തായിരുന്നു? നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം അല്ലേ? സമ്മ് കണ്ടിട്ട് അത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ? 4ന്റെ ആണെങ്കിലോ ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് നോക്കണം. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പിന്നെ 20 റൂളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വേറൊരു എളുപ്പ വഴിയിലുള്ള ഒരു റൂളും കൂടെ ഉണ്ട്. അതായത് 21 മാജിക് റൂള്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനായിട്ട് വിട്ടുപോയിരുന്നു അല്ലേ? 21 മാജിക് റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേബിൾ ചിലപ്പോൾ അറിഞ്ഞുകൂടാതെ വന്നു കഴിഞ്ഞാലും നമുക്ക് അത് പെട്ടെന്ന് ചെയ്യുവാനായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും പറ്റുന്ന ഒരു റൂള് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പം 1 4 4 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് വെക്കുക. നമ്മൾ എങ്ങനെയാണ് ഇത് 12 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയുന്നതെന്ന് നോക്കാം. അത് നമ്മൾ എന്താണ്? 3 കൊണ്ടും അറിയണം, നമുക്കതുപോലെ തന്നെ 4 കൊണ്ടും ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ 3 കൊണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം അല്ലേ? 4 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ സമ്മ് കാണാം. അപ്പം 1 + 4 + 4 അപ്പം എത്ര കിട്ടി? 1 + 4 എന്ന് പറഞ്ഞാൽ 5, 5 + 4 എന്ന് പറഞ്ഞാൽ 9. അപ്പം എന്താണ്? 3യുടെ ടേബിളിലുണ്ട് അല്ലേ? 3 3s are 9 ആണ്. അപ്പം എന്താണ്? 3 കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് ഒരു കണ്ടീഷനായി. ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് പറ്റുമോ എന്ന്. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. അപ്പോൾ 144 എന്ന നമ്പറാണ് അല്ലേ? ലാസ്റ്റ് 2 ഡിജിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്ക് ടേബിൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റാത്ത കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് നമുക്ക് 21 എന്ന് പറഞ്ഞൊരു മാജിക് റൂള് അപ്ലൈ ചെയ്യാം. 21 റൂൾ എന്ന് പറയും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 20 റൂള്, പിന്നെ 20 റൂള്. ഇങ്ങനെ 2 റൂളുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 20 റൂള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നില്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 2 0 ഉണ്ടെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 21 റൂൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? നോക്കിക്കേ. അതായത് 144 അല്ലേ? 144 എന്ന നമ്പറിൽ, അതായത് 1 കൊണ്ട് 21 റൂളിലെ 1 കൊണ്ട് 1's പ്ലേസിനെയും, ഓക്കെ, ഇനി 10 പ്ലേസിനെ 2 കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? 1's പ്ലേസിനെ 1 കൊണ്ടും അല്ലേ? 10's പ്ലേസിനെ നമ്മൾ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കേ, നമുക്ക്
4 ഇൻറ്റു 2 1ൻ്റെ 1 റൂളിൽ 1 ഈസ് ഈക്വൽ ടു 4. ഇനി 4 കൊണ്ട് 2നെ ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 8. എന്നിട്ട് നമ്മൾ അതിൻ്റെ സമ്മ് കാണണം. സം എടുക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടെ സം 8 + 4 12 അല്ലേ? ഈ 12 എന്ന് പറയുന്നത് നമുക്ക് 4ൻ്റെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഉണ്ടല്ലോ, 4 3s are 12. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? 144ന് രണ്ട് കണ്ടീഷനും ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈസി അല്ലേ? നമ്മൾ ടേബിൾ ചെല്ലിയിരിക്കുന്നതിലും ഈസി അല്ലേ 2 1 റൂൾ എന്ന് പറയുന്നത്? 2 1 റൂൾ എന്താ എടുക്കേണ്ടത് നമ്മൾ? അതായത് 1s പ്ലേസിനെയും 10s പ്ലേസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം കാണുമ്പോൾ അത് നമുക്ക് 4ൻ്റെ ടേബിളിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഓക്കെ. അതുപോലെ നമ്മൾ 2 0 റൂളിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അതായത് ഇപ്പം 4 5 00 നോക്കിക്കേ, ഈ രണ്ട് എൻഡിങ്ങിൽ 2 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എൻഡിങ്ങിൽ അതാണ് നമുക്ക് 00 റൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. അടുത്ത നമ്പർ തന്നിരിക്കുന്നത് എന്താണ്? 1464 അല്ലേ? 1464 നോക്കിക്കേ. 1464 എന്താ നമ്മൾ ചെയ്യേണ്ട? ആദ്യം 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. 3 കൊണ്ടാണെങ്കിൽ നമ്മൾ സം എടുക്കുക. 4 + 1 5, 5 + 6 11, 11 + 4 15 അല്ലേ? 15 എന്താണ്? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതല്ലേ? 3 × 5 അല്ലേ 15 വരുന്നത്? അപ്പം നമുക്ക് അത് 3 കൊണ്ട് ഓക്കെ ആയി അല്ലേ? ഇനി നമുക്ക് 4 നോക്കണം. 4 നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 2 1 റൂൾ അപ്ലൈ ചെയ്യണം. 1464 2 1 റൂൾ. 2 1 റൂൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? അതായത് 1s പൊസിഷനിൽ 1 കൊണ്ടും 10s പൊസിഷനിൽ 6 കൊണ്ടും അല്ലേ? അപ്പം എങ്ങനെ കിട്ടും? 1 × 4 ഈസ് ഈക്വൽ ടു 4, 6 × 2 ഈസ് ഈക്വൽ ടു 12 അല്ലേ? അപ്പം നമുക്ക് നോക്കിക്കേ, സം എടുക്കണം. എന്നിട്ട് സം എടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 12 + 4 എന്ന് പറയുന്നത് 16. 16 4ൻ്റെ ടേബിളിലുണ്ടല്ലോ. 4 4s are 16. അപ്പം എന്താണ്? 4 വെച്ചിട്ട് ഓക്കെ ആയി. അപ്പം 3 വെച്ചും 4 വെച്ചും ഓക്കെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 12 കൊണ്ടും ഓക്കെ ആണ്. അതുകൊണ്ട് 1464 എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ 12 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ? ഇനി നമുക്ക് 900 നോക്കാം. 900 നമുക്കറിയാം ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആയതുകൊണ്ട് അത് എന്തുകൊണ്ട് പറ്റും? നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ 20 റൂള് നോക്കിയാൽ മതി. 20 റൂൾ എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ എൻഡിങ്ങിൽ 2 0 ഉണ്ടെങ്കിൽ നമുക്ക് അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നോക്കിക്കേ, 4 കൊണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ടും പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, 9 + 0 + 0 ഈസ് ഈക്വൽ ടു 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 3യുടെ ടേബിളിലുള്ളതാണ് അല്ലേ? 3 3s are 9 അല്ലേ? അപ്പം നമുക്ക് 900 പറ്റും. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 258 എന്നൊരു നമ്പർ തരികയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 258നെ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആണോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്യാം. നോക്കിക്കേ, 258 നോക്കിക്കേ, ലാസ്റ്റ് ഈവൻ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 കൊണ്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിക്കേ, 258. അപ്പോൾ 258നെ നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് കാണണം അല്ലേ? 3 കൊണ്ട് പറ്റുമോ നോക്കണം. 2 + 5 + 8. 2 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. 7 + 8 15 അല്ലേ? നോക്കിക്കേ, 3 കൊണ്ട് പറ്റും. ഇനി നമുക്ക് 4 കൊണ്ട് പറ്റുമോ നോക്കാം. 58. ലാസ്റ്റ് നമ്പർ 58 ആണ് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 58 ആണ്. 3 കൊണ്ട് പറ്റുമെന്ന് കൊണ്ട് നമുക്ക് 4 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. 4 കൊണ്ട് 58ൻ്റെ നമ്മൾ 2 1 റൂൾ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. 8 × 1 ഈസ് ഈക്വൽ ടു 8. 5 × 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 10. അപ്പം 10 + 8 എന്ന് പറഞ്ഞാൽ 18. 18 നമ്മുടെ 4ൻ്റെ ടേബിളിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ നമ്പർ എന്താണ്? 12 കൊണ്ട്
പറ്റില്ല ഉണ്ടോ. അപ്പം 3 കൊണ്ട് പറ്റുമെന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് 4 കൊണ്ട് പറ്റണമെന്നില്ല അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ 4 കൊണ്ട് പറ്റുമെങ്കിൽ 3 കൊണ്ട് പറ്റണമെന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 2 കണ്ടീഷനും ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് 12 കൊണ്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? 11ന്റെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു, 12ന്റെയും പഠിച്ചു. 11ന്റെ നമ്മൾ എന്തായിരുന്നു ആൾട്ടർനേറ്റ് സം കാണണം അല്ലേ, എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ 12ന്റെ ആണെങ്കിൽ നമ്മൾക്ക് പുതിയതായിട്ട് എന്തും കൂടെ നമ്മൾ പഠിച്ചു. 2-1 മാജിക് റൂൾ പഠിച്ചു, 00 റൂൾ പഠിച്ചു അല്ലേ. എല്ലാം നിങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ രണ്ടും നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് കുറച്ചേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഓരോന്നോരോന്ന് വെച്ച് നിങ്ങൾക്ക് വെക്കേഷൻ അല്ലേ, കുറേശ്ശെ ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗമായിട്ട് വരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.